ഏഷ്യ കപ്പിലെ ഭാരതവും ശ്രീലങ്കയും തമ്മിലുള്ള പോരാട്ടം അല്പസമയത്തിനകം നടക്കും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം. ഇതിനകം തന്നെ ഭാരതം ടൂർണമെന്റിന്റെ ഫൈനൽ ഉറപ്പിച്ചതിനാൽ ഇന്നത്തെ മത്സരം അപ്രധാനമാണ്. ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്കയാണ് നേരിടുന്നത്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക്, UAE സമയം വൈകിട്ട് 6:30-നാണ് മത്സരം. തീർത്തും അപ്രസക്തമായ ഒരു മത്സരം കൂടിയാണിത്. ഇന്ത്യ ടൂർണമെൻറ്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞു. ശ്രീലങ്ക ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനലിന് മുമ്പുള്ള ഒരു പരിശീലന മത്സരം മാത്രമായിരിക്കും ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം. ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ മികച്ച ഫോമിലാണ് ഇന്ത്യയുടെ കുതിപ്പ്. കഴിഞ്ഞ കളിയിൽ കണ്ടതാണ്. അഭിഷേക് ശർമ്മ ഇടുന്ന മികച്ച തുടക്കത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് കടന്നു കയറുന്നത്. അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ഇന്ത്യ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ടോസ് നേടുന്ന ടീം ഇന്ന് ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത, പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ. ഇന്ത്യ ഇന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണം. എന്നാൽ ഇന്ന് ടീമിൽ തന്നെ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. മികച്ച ഫോമിലുള്ള ഇന്ത്യയെ തോൽപ്പിക്കുന്ന ശ്രീലങ്ക ഏകദേശം അസാധ്യമായ ഒരു കാര്യമാണ്. ഇന്ന് UAE പ്രവൃത്തി ദിവസമാണ്. എന്നാലും ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ് ഗാലറി നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്നും ഗാലറി നിറയുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്താറുണ്ട്. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് മാത്രമാണ് ഗാലറി നിറയാറുള്ളത് ഇന്ത്യൻ ആരാധകരാൽ. അതിന് ഇന്നും മാറ്റമുണ്ടാകില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്നലെ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് ടൂർണമെൻറ്റിൽ 3-ാം തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ ഫോറിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയിരുന്നു. 2 തവണയും പാകിസ്ഥാന് തോൽക്കാനായിരുന്നു വിധി. ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ മികച്ച വിജയം നേടി ഫൈനലിൽ പാകിസ്ഥാനെ ആത്മവിശ്വാസത്തോടെ നേരിടാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.